ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിനേഷ് നിൽക്കുന്നത് ഈ ദുരന്ത നടന്ന സ്ഥലത്തല്ല എന്ന് തോന്നുന്നു. പുഴയുടെ മറ്റൊരു മേഖലയിൽ നിന്നാണോ ഇന്ന് അവർ ദൗത്യം ആരംഭിക്കുന്നത്? അവർ പുഴയിലേക്ക് ഇറങ്ങുന്നത് മറ്റൊരു മേഖലയിൽ നിന്നാണ്. എന്താണ് ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത? സജിത്ത്, ദുരന്തം നടന്ന സ്ഥലം തന്നെയാണത്. അതിന്റെ തൊട്ട് താഴെയാണ്. നമുക്ക് അങ്ങോട്ട് കാണാം, അങ്ങോട്ടൊന്ന് പ്ലാൻ ചെയ്യും. നമുക്ക് ആ മല കാണാം. ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞത് കാണാം. ഇതിങ്ങനെ അങ്ങേ അറ്റം വരെ ഇടിഞ്ഞിട്ടുണ്ട്. ഇത് റോഡിലേക്ക് വീണ മണ്ണെല്ലാം നീക്കം ചെയ്തതാണ്. ഇതിന്റെ ഇപ്പോൾ ഇവർ ഇറങ്ങുന്നതിന്റെ തൊട്ട് മേലെ ഏകദേശം ഒരു 300 മീറ്റർ അപ്പുറം ആണ് ആ കടയുണ്ടായിരുന്നത്. അവിടെ പൂർണ്ണമായി അവിടെയല്ല ഇപ്പോൾ ഇറങ്ങുന്നത്. ഇന്നലെയൊക്കെ അവിടെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. കേവലം ഒരു 300 മീറ്റർ, ഈ 300 മീറ്റർ ഇത് മിക്ക ഇടങ്ങളിലും ഇതുപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. അങ്ങ് അറ്റം മുതൽ ഇവിടം വരെ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ തോതിൽ മണ്ണ് റോഡിലേക്ക് വന്നത് ഇത് ഇവിടെ നിന്ന് ഒരു 200-300 മീറ്റർ അപ്പുറമാണ്. അതിനോട് ചേർന്നാണ് ആ മൺകൂനയുള്ളത്. അവിടെയായിരുന്നു ലക്ഷ്മണയുടെ കടയും ഉണ്ടായിരുന്നത്. അതിന്റെ തൊട്ട് താഴെ അവിടുത്തെ ദൗത്യം ഏറെക്കുറെ പൂർത്തിയാക്കുകയല്ല, അവിടെ ഇന്നലെ പരിശോധിച്ച സമയത്ത് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ലോറി അവിടെ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. കാരണം അവിടെ കമ്പിയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്പിയും മറ്റ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു പോയതുകൊണ്ട് അതിലുണ്ടായിരുന്ന കമ്പിയും മറ്റ് ലോഹവസ്തുക്കളെല്ലാം തന്നെ പുഴയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയല്ല, അതിന്റെ തൊട്ട് താഴെ മറ്റ് സിഗ്നൽ കിട്ടിയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ തൽക്കാലം മാറുക. എന്തായാലും ഈ മൺകൂനയുടെ പരിസരം തന്നെയാണിത്. ഇന്ന് കുറെ മാറിയിട്ടൊന്നുമല്ല, മൺകൂനയുടെ പരിസരം തന്നെയാണ്. ഇവിടെ സാധാരണ നിലയിൽ ഇവിടെ നിന്നാണ് ബോട്ട് ഇറക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് നേവിയും അതുപോലെ തന്നെ നേവി ഉണ്ട്, അതുപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘം, ഈ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ദൗത്യസംഘം ഉണ്ട്. 2 സംസ്ഥാനത്തിന്റെയും ഉണ്ട്, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഈ മൽപ്പെ സംഘവുമുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ സജീവമായിട്ടുണ്ട്. അല്പസമയത്തിനകം ഡൈവിംഗ് ഉണ്ടാവും. എന്തായാലും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തേക്കൊന്നും മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴ ഇടവിട്ട് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു മണിക്കൂർ മുമ്പ് ഒരു ശക്തമായ മഴ പെയ്തു. അതിനുശേഷം മഴയുണ്ടായിട്ടില്ല. എന്തായാലും അവരവരുടെ ശ്രമത്തിലേക്ക്, ആ ദൗത്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അവിടെയും കൂടെ ഇല്ലെങ്കിൽ ഈ 2 സ്ഥലത്തും ലോറി, ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന 2 സ്ഥലത്തും ലോറി ഇല്ലെങ്കിൽ പിന്നെ ദൗത്യം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അധികൃതർ പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. ലോറിയെക്കുറിച്ച് ഇനിയും സൂചന അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അതിൽ മാത്രമല്ല, ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എല്ലാം സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അധികൃതർ ഇന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. മറ്റുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ്. ഇനിയിപ്പോൾ കാർവാറിൽ നിന്ന് പോലും കൊണ്ടുവരാൻ കഴിയില്ല. ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരണമെങ്കിൽ അതിന് വിദഗ്ധരായ ആളുകൾ വേണം. അതില്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് അതെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തുണ്ട്. റിയാസ് ഇന്നലെ മടങ്ങിയതാണ്. ശശീന്ദ്രൻ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ സ്ഥലത്തേക്ക് വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദിനേശ്, എന്തായാലും തുടരുക. ഇന്നത്തെ ദൗത്യം 13ാം ദിവസം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നോ എന്നതാണ് നമുക്ക് പരിശോധിക്കുന്ന കാര്യം. ഇവിടെ പ്രധാനമാവുന്നത് ഇന്നലെ പരിശോധനയ്ക്കിറങ്ങിയ മത്സ്യത്തൊഴിലാളി സംഘ നേതാവ് ഈശ്വർ മാൽപ്പയുടെ പ്രതികരണമാണ്. നദിയിൽ ലോറി ഉണ്ടോ എന്ന് അറിയില്ലെന്നും സിഗ്നൽ ലഭിച്ച 4ാമത്തെ പോയിന്റിൽ നിന്ന് കണ്ടെത്തിയത് ഇരുമ്പു കമ്പികളും തകര ഷീറ്റുകളുമാണെന്നാണ് ഈശ്വർ മാൽപ്പ രാവിലെ പ്രതികരിച്ചത്. നദിയുടെ അടിത്തട്ടിൽ ചെളിയും കല്ലും നിറഞ്ഞിരിക്കുകയാണ്. രക്ഷാദൗത്യം അതീവ ദുഷ്കരമെന്നും 20 വർഷത്തിനിടെ ഇത്രയും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ലെന്നും ഈശ്വർ മൽപ്പെ പറയുന്നു. മൽപ്പെ നടത്തുന്ന ദൗത്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാകില്ലെന്നാണ് നാവികസേനയും അറിയിച്ചിരിക്കുന്നത്. അതിനാൽ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് രക്ഷാദൗത്യമെന്നും ഈശ്വർ മൽപ്പെ ന്യൂസ് 18നോട് പറയുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മുടെ കൂടെ ഇപ്പോൾ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഈശ്വർ മാൽപ്പെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇന്നും ഇതിന്റെ ദൗത്യം തുടരുമോ? ഇല്ല, ഇന്ന് എന്റെ ഒരു ലാസ്റ്റ് ഇന്ന് മലയക്കൂട്ടിൽ പിന്നെ മലയാളത്തിൽ കീഴെ കാണാൻ വയ്യ ഒത്തിരി. ഇന്നലെ ഞങ്ങൾ 4 പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ആ 4 പോയിന്റിലെ 3 പോയിന്റ് നോക്കിട്ടായി. അത് കീഴെ പോയ ഒരു 10 അടി 30 അടി 40 അടി എല്ലാം ആളാളാ இருக்குது. ആ സമയത്ത് ഒത്തിരി കഷ്ടമുണ്ട് കീഴെ. അതല്ലാതെ കീഴെ പോയ സമയത്തിൽ ആ വീടിന്റെ ഷീറ്റ്, തകർ ഷീറ്റ് ഉണ്ടല്ലേ, അത് ഒത്തിരി ഉണ്ട്. പിന്നെ സ്റ്റേ ലൈനിന്റെ കമ്പി ഉണ്ടല്ലേ, ആ കമ്പി അവിടെ എടുത്തുണ്ട്. പിന്നെ നീരിന്റെ പ്രഷർ ജാസ്തി ഉണ്ട്. ആ 12.6 ഉണ്ട്. ആ സമയത്ത് നമ്മൾ കീഴെ ഇറങ്ങിയെങ്കിൽ സീത പോയ സമയത്ത് ഒത്തിരി തട്ടിയിട്ടുണ്ടാവും. 2 പ്രാവശ്യം എനിക്ക് ബ്ലേഡ് തട്ടിയായിരുന്നു ഇതിന്റെ വീടിന്റെ. പിന്നെ കീഴെ എല്ലാം 3 പോയിന്റിലെ ഈ ഷീറ്റ് പിന്നെ കമ്പി എല്ലാം ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇന്നിപ്പോ ഇറങ്ങുമോ? ഇന്ന് ഇറങ്ങും. നമുക്ക് DC എല്ലാം சொல்லிட்டு ഇന്ന് ഇറങ്ങിയിട്ട് കീഴെ പോയിട്ട്
മൂന്നാമത്തെ പോയിന്റിൽ ഒരു തടി കഷ്ണം കെട്ടി ആ തടി കഷ്ണക്ക് ഒരു വയർ സ്റ്റേ വയർ ഉണ്ട് ആ തടി കഷ്ണം കൂട്ട മേലെ വലിക്കുന്നു ഇപ്പൊ അപ്പൊ കീഴെ എന്തെങ്കിലും ഉണ്ടാ നോക്കണം സിഗ്നൽ കിട്ടുന്നതൊക്കെ ഈ ഇരുമ്പിന്റെ കമ്പി ഇതെന്നൊക്കെയുള്ള സിഗ്നലാണോ ലോറി അപ്പൊ ഇല്ല ഞാൻ പാത്ത് അത് വേറെ വേറെ സ്റ്റേ കമ്പി ഞാൻ കീഴെ പോയിട്ട് നമ്മൾ നോക്കിയത് എന്നാന്ന് ആ ലോറിന്റെ കമ്പി എന്നാണ് ലോറി അല്ല വേറെ ഈ രണ്ട് ഇനിയിപ്പോ അടുത്ത പോയിന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ലോറി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ സാധ്യത ഇപ്പൊ മൂന്നാമത്തെ സിഗ്നൽ നോക്കിയല്ല അവിടെ ഒരു തടി കഷ്ണം ഒരു കമ്പി സുത്തിട്ടുണ്ട് സ്റ്റേ വയറിന്റെ അതിന് വലിച്ച് അതിലെ അടിയിലുണ്ടോ നോക്കാം കമ്പി തടി മേലെ വന്ന അത് അടിയിൽ ലോറി ഉണ്ടോ നോക്കും തടി അവിടെ കാണാനുണ്ടോ തടി കാണാനുണ്ട് അതായത് ലോറിയിൽ ഉണ്ടായിരുന്ന തടി അത് വേറെ മേലെ വന്നിട്ട് തടിയുണ്ട് എല്ലാ തടിയും 5-6 തടി സുത്തിട്ടുണ്ട് മരങ്ങളൊക്കെ കടപുഴകി വന്നതായിരിക്കും ഒത്തിരി മരമുണ്ട് അത് നോക്കിയിട്ട് ഇപ്പൊ വലിച്ചിട്ട് നോക്കാം നോക്കിയിട്ട് അടിയിലെ വണ്ടിയുണ്ട് നോക്കാം ഇന്നലെ നിങ്ങൾക്ക് ഇറങ്ങിയപ്പോ അവിടെ ലോറി ഉണ്ട് എന്ന് ഏതെങ്കിലും രീതിയിൽ ലോറിയുടെ ഇത് കിട്ടില്ല ലോറിക്ക് മണ്ണുണ്ട് ഒത്തിരി മണ്ണ് വന്നിട്ടുണ്ട് ഒരു 10 അടി കീഴെ അത് തടിയുണ്ട് നിങ്ങൾ ഇന്നലെ ഇറങ്ങിയ സ്ഥലം അതായത് ആ മൺകൂനേന്റെ അടിയിലല്ലേ ഇറങ്ങിയിട്ടുള്ളത് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുള്ള പിന്നെ പുഴയിൽ അവിടെയല്ലേ ഇറങ്ങിയിട്ടുള്ളത് ഒത്തിരി ചിലയിടത്ത് ലൂസ് മണ്ണ് ചിലവ് കല്ലുണ്ട് ഒത്തിരി പാറയെല്ലാം ഉണ്ട് അപ്പൊ അത് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് ಯಾಕಂದ್ರೆ ഇത് എന്റെ റിസ്കിന് ഞാൻ കീഴെ പോയി ಯಾಕಂದ್ರೆ ഞാൻ ലെറ്റർ എടുത്തിട്ടേ പോയി ഇപ്പൊ എന്റെ റിസ്കിന് ഞാൻ പോകുന്നു ഇങ്ങനെ ഇതിന് മുമ്പ് ഇതേ എത്ര റിസ്ക് ഉള്ളത് പോയിട്ടുണ്ടാവും ഇത് ഫസ്റ്റ് ബാർ ഞാൻ ലെറ്റർ എടുത്തത് ഇത്ര ഒരു 1000 ബോഡി എടുത്തിട്ടുണ്ട് ആളാ കർണാടകത്തില്ല എവിടെ ലെറ്റർ എടുത്തിട്ട് ഞാൻ കീഴെ പോയതില്ല ഇത് ഫസ്റ്റ് ടൈം പോയതാണ് ഈ അടിയൊഴുക്ക് ഭയങ്കരമായിട്ടുണ്ടല്ലേ അതാണ് പോകാൻ പറ്റാത്തത് 12 നോട്ട്സ് ഒക്കെ വരുന്നുണ്ടോ 12 വർഷം സ്പീഡിലുണ്ട് അതിന് റിസ്ക് അത്ര ഉണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിലിറ്ററിക്കാർ കീഴെ ഇറങ്ങില്ലേ അതിലെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങണല്ല അതിന് ലെറ്റർ ഇടുന്നു മിലിറ്ററിക്കാരെന്താ പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് പറയുന്നത് അത് എന്താ പറഞ്ഞാൽ അവിടെ കീഴെ ഇത് ഇരിക്കുന്നല്ലേ സ്പീഡ് ദേശം ഉണ്ടല്ലേ അതിന് ഞങ്ങൾ ഇത് നിങ്ങളുടെ റിസ്കിലാണ് അപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അവര് ഹെൽപ്പ് ഇല്ല ഇതിനകത്ത് ഏക്കാൻ അവർ ചൊല്ലിട്ടുണ്ട് കീഴെ ഇറങ്ങില്ലല്ലോ അവർ ഇപ്പൊ നമ്മൾ റിസ്കിൽ നമ്മൾ ഇറങ്ങി അപ്പൊ ഇന്നും തുടരും ഇന്ന് തുടങ്ങും ആദ്യം വണ്ടി മേലെ വരട്ടെന്ന് കുമ്പിടും എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പറയുന്നത് അവിടെ വലിയ ഒരു അടിയൊഴുക്കുണ്ട് ഈ അടിയൊഴുക്ക് ഇതുവരെ ഇത്രയും കാലത്തിനിടയിൽ ഈ 20 വർഷത്തിനിടയിലുള്ള പ്രവർത്തനത്തിൽ ഇത്രത്തോളം റിസ്ക് ആയത് ആദ്യമായിട്ടാണ് കാരണം ഈ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തട്ടുകട ഉണ്ടായിരുന്നു ഒരു ചായക്കട ഉണ്ടായിരുന്നു അതിന്റെ ടിൻ ഷീറ്റുകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ ഇതിന്റെ കൂടെ കമ്പി എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ടിൻ ഷീറ്റ് എല്ലാം തന്നെ ശരീരത്തിൽ കൊണ്ട് പലയിടത്തും മുറിവുണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ലോറി അതിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഒരു പക്ഷേ ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഇന്നും ദൗത്യം തുടരാൻ തന്നെയാണ് മാൽപ്പെ തീരുമാനം തിരൂരിൽ നിന്ന് സുമേഷ് മൊറാഴയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് 18